കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് എവിൽ നൺ. എല്ലാവരും ഇത് കളിച്ചിട്ടൊക്കെ ഉണ്ട്, എല്ലാ യൂട്യൂബേഴ്സും. അപ്പോൾ നമ്മൾ കൂടി ഇനി കളിക്കാനുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സമയം കളയാതെ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, നമ്മുടെ അമ്മയും അച്ഛനും ഒരു സ്കൂളിൽ നമ്മളെ കൊണ്ടാക്കുന്നതാണ് ഈ സ്റ്റോറി ഫസ്റ്റിന് ഇൻട്രോ കാണിക്കുന്നത്. ബട്ട് നമ്മുടെ അച്ഛനമ്മ അറിയില്ലായിരുന്നു നമ്മൾ ഏത് സ്കൂളിലാണ് കൊണ്ടാക്കിയത്. അവിടെ എവിൽ നൺ ഉണ്ട്, അതൊന്നും നമ്മുടെ അച്ഛനമ്മ അറിയില്ലായിരുന്നു. നമ്മളെന്തായാലും വണ്ടിൻ്റെ പുറകെ സീറ്റിലാണ് ഇരിക്കുന്നത്. നമ്മളെന്തായാലും ഈ സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിത് സ്കൂളിൻ്റെ മുന്നിലേക്ക് നടക്കുമ്പോൾ അതേ സ്കൂളിൻ്റെ മുന്നിലൊരു എന്തൊരു ഗ്യാരേജ് പോലത്തെ ഒരു ഡോർ എന്തോ തുറന്ന് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അച്ഛനമ്മയും വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി. ഓക്കെ, എവിൽ നൺ നമ്മുടെ പിന്നെ ഇപ്പം അടുത്ത് വന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എവിൽ നൺ നമ്മുടെ തലടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗെയിം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഡേ 1 ആയിട്ടുണ്ട് എവിൽ നൻ്റെ സ്കൂളിൽ. നമ്മളെന്തായാലും രാവിലെ തന്നെ ബോർഡിൽ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഇമ്പോസിഷൻ എഴുതൽ നിർത്തിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഐ ഹാവ് ടു ലീവ് ദി സ്കൂൾ. നമുക്ക് എന്തായാലും എവിൽ നൻ്റെ സ്കൂളിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവണം കേട്ടോ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് കോയിൻ കിട്ടി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ബ്രൂം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ചൂലെടുത്തിട്ട് മുന്നിലേക്ക് പോയി നോക്കാം. എപ്പോഴാണ് എവിൽ നൺ ചാടി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഈ ബ്രൂം താടിടാം കേട്ടോ. പിന്നെ ഞാൻ ഈ എവിൽ നൺൻ്റെ ഗെയിം പ്ലേ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ട്രയലിന് ചിലപ്പോൾ എസ്കേപ്പ് ആയേക്കാൻ പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇതുവരെ എവിൽ നണ്ണെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്, നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ നമുക്ക് കുറച്ച് കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഓക്കെ, ഈ ഡ്രോയറിൽ എന്തൊരു കാർഡ് പോലത്തെ സാധനമുണ്ട്. മറ്റേ ഡ്രോയർ തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്താ സ്മാൾ കേബിൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഡോറിൻ്റെ അടുത്തുള്ള ഈ ഒരു ഇലക്ട്രിക് പാനലിൽ അതിൽ ഈ ഒരു സ്മാൾ കേബിൾ വെക്കാനാണ്. ഓക്കെ, നമ്മളെന്തായാലും വെച്ചിട്ടുണ്ട്. എന്തോ ജനറേഷൻ എന്തൊക്കെ ഇലക്ട്രിക്കൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പോയി നോക്കാം കേട്ടോ. ഇത്രയും നേരമായിട്ട് എവിൽ നണ്ണൊന്നും വന്നിട്ടില്ല, എന്താണെന്നറിയില്ല. നമ്മളെ പേടിച്ചൊളിച്ചിരിക്കാനും എന്താവട്ടെ അല്ലേ. ഓക്കെ, വേ ഔട്ട്. എനിക്ക് തോന്നുന്നത് ഈ ഇലക്ട്രിക് വന്നതോടെയാണ് ഈ വേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ പൊങ്ങി പോകുന്ന സാധനമില്ല, ആ സാധനം ഇപ്പോൾ തുറന്നതെന്ന് എനിക്ക് തോന്നണത്. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ബ്രൂം ഉണ്ട്. ഈ ബ്രൂം എടുത്തുള്ളൂ പോയി ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എവിൽ നൺ വന്നു ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല വരാതിരുന്ന് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ചത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡേ 2 ആയിട്ടുണ്ട്. മാക്സിമം ഇവിടെ ഡേ 3 എങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നത് ആ ജനറേഷൻ വന്നപ്പോൾ ഒരു സാധനം പൊങ്ങിപ്പോയി. നമ്മൾ തുറന്ന എന്തോ വേ ഔട്ട് എന്ന് പറയുന്നത് ആ സൗണ്ട് കേട്ടിട്ടാവും ചിലപ്പോൾ എവിൽ നൺ ഇങ്ങോട്ട് വന്നതൊക്കെ നമ്മൾ പതിവ് പോലെ തന്നെ പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടിച്ചു പോകുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ റൂമുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്തൊരു സാധനം ഉണ്ട്. ഈ ബ്രൂം കൊണ്ട് കുത്തിയതോ വരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് സ്മാഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും അതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. പെർഹാപ്സ് ഇറ്റ് ഫെയിൽസ് ഫ്രം എ ഹയർ ഹൈറ്റ്. ഓക്കെ, ഈ സാധനം എടുക്കാൻ നമുക്ക് കയ്യൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മളെന്തായാലും ഒരു ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് ഇത് താഴ്ത്തി കിട്ടിയാൽ ഇത് പൊട്ടുള്ളൂ എന്നാണ്, അല്ല ഇത് തുറന്നു വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും മോളിക്ക് പോയിട്ട് താഴ്ത്തിക്കൊന്ന് ഇട്ടോ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടല്ലേ ഈ സാധനം താഴ്ത്തിക്കിടുമ്പോൾ അതിൻ്റെ ഉള്ള സാധനം ഒക്കെ എന്തോ കിട്ടുമെന്നൊക്കെ പറയുന്നത്. ഇത് കുക്കീസ് ബോക്സ് ഹാസ് ഓപ്പൺഡ് വിത്ത് ദ സ്മാഷ്. ഓക്കെ ഓക്കെ. ഓ ഫ്രണ്ട്സ്, എവിൽ നൺ വന്നു. അയ്യോ കുഴപ്പമായി. നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ കൂടെ ഏത് സ്ഥലത്ത് കൂടെ പോവാം. നമുക്ക് ഈ സൈഡിൽ കൂടെ പടി കളയാനിപ്പോൾ. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു ഇത് കൂടെ പോവാം. നമുക്ക് എന്തായാലും ഈ സമയം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കണം. ഇവിടെ ഒരു സ്ഥലം കേട്ടോ, ഇവിടെ എന്തൊരു സ്ഥലം, ഇവിടെ ഒരു സ്ഥലം ഇട്ട് ഒളിച്ചിരിക്കാൻ. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം. നമ്മുടെ പിന്നാലെ തന്നെ എവിൽ നൺ വന്നായിരുന്നു. ഓക്കെ, എവിൽ നൺ തിരിഞ്ഞും പരങ്ങൊക്കെ നോക്കുന്നുണ്ട് മത്തങ്ങ ചുറ്റിക്കൊണ്ട്. പോ എവിൽ നണ്ണേ, ഞാൻ ഇവിടെ ഇല്ല പൊക്കോ. പുള്ളിക്കാരത്തി പൊട്ടത്തിയായിരുന്നു, അതുകൊണ്ടാവും ഒരു പക്ഷേ നമ്മളെ കാണാതെ പോയത്. നമ്മൾ ഒളിച്ചിരിക്കാന്നില്ല, അതുകൊണ്ടാണ് അത് പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും എവിൽ നൺ പോയെന്ന് ഉറപ്പിച്ചിട്ട് വേണം ആ ബോക്സിൻ്റെ ആ കുക്കീസ് ബോക്സിൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം എടുക്കാൻ കേട്ടോ. നമ്മളെന്തായാലും തുറന്ന് വന്ന് ഈ ഒരു കുക്കീസ് ബോക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മെയിൻ ഡോർസ് കീ. ഓ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നത് നമ്മൾ എസ്കേപ്പ് ആയതാണ്. എൻ്റെ ചുറ്റും എനിക്ക് എവിൽ നൺ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ, നമുക്ക് എന്തായാലും മെയിൻ ഡോർ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 3, 2, 1 സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, നമ്മളെന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ഫൈനലി നമ്മളിത് ഈ എവിൽ നൻ്റെ ഒരു സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കും കൂടിയും അങ്ങനെ അവിടുത്തെ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ.